ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ വായനാ സുഹൃത്തെ, പുതിയ വായനാ ഭാഗങ്ങളിലേക്ക് താങ്കൾക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് മെയ് 26, ഒന്നാമത്തെ വായനാ ഭാഗം യോശുവയുടെ പുസ്തകം 12-ാം അധ്യായം. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് യുദ്ധം തീർന്ന ദേശത്തിന് സ്വസ്ഥത വന്നു എന്നാണ്. പക്ഷേ നമ്മൾ 12-ാം അധ്യായം വായിച്ച് 13-ാം അധ്യായത്തിൽ എത്തുമ്പോൾ ദൈവം മോശയോട് സംസാരിക്കുന്നുണ്ട്. ഇനിയും ഇന്ന ദേശങ്ങൾ നിങ്ങൾക്ക് കൈയടക്കാനുണ്ട്. നിങ്ങൾക്ക് ദേശം വിഭജിച്ചു കൊടുക്കുമ്പോൾ ഇന്ന പ്രദേശങ്ങളും കൂടെ ഉണ്ടെന്ന് ദൈവം പറയുന്നൊരു അധ്യായം 13-ാം അധ്യായം വരുന്നുണ്ട്. പക്ഷേ 11-ൻ്റെ അവസാനം നമ്മൾ കാണുന്നത് യോശുവ അതിനെ ഇസ്രായേലിന് ഗോത്ര വിഭാഗപ്രകാരം വിഭാഗിച്ചു കൊടുത്തു. ഇങ്ങനെ യുദ്ധം തീർന്ന് ദേശത്തിന് സ്വസ്ഥത വന്നു എന്നാണ്. പക്ഷേ അതെനിക്ക് തോന്നുന്നത് 13-ാം അധ്യായവും കഴിഞ്ഞ് ഉള്ള കാര്യത്തെ സംബന്ധിച്ച് നേരത്തെ എഴുതിയതാകാനാണ് സാധ്യത. കാരണം വെച്ചാൽ 13-ാം അധ്യായം മുതൽ പിന്നെയും ഈ പറഞ്ഞതുപോലെ ദേശങ്ങളൊക്കെയും അമർച്ച ചെയ്ത് വരാനുണ്ട്. 12-ാം അധ്യായമാണ് ഇന്ന് നമുക്ക് നോക്കാനുള്ള. 12-ാം അധ്യായത്തിലേക്ക് നോക്കുക. ഇവിടെ ഇസ്രായേൽ മക്കൾ ഇതുവരെയും കീഴടക്കിയ പ്രദേശങ്ങൾ, ആ സ്ഥലങ്ങളുടെ പേര്, രാജ്യം, രാജ്യത്തിൻ്റെ രാജാക്കന്മാർ, ഇവരുടെയൊക്കെയും പേരുകളുടെ ഒരു ലിസ്റ്റ് ഇതിൽ വായിക്കാം. ആദ്യം നമ്മൾ കാണുന്നത് അതിൻ്റെ ഒരു കുറച്ച് വിശദമായി പറയുന്നതായിട്ടാണ്. ഇസ്രായേൽ മക്കൾ യോർദാൻ അക്കരെ കിഴക്ക് അർണോൻ താഴ്വര മുതൽ ഹെർമോൻ പർവ്വതം വരെയുള്ള രാജ്യവും കിഴക്കേ അരാബ് മുഴുവനും കൈവശമാക്കുകയിൽ സംഹരിച്ചു കളഞ്ഞ തദ്ദേശ രാജാക്കന്മാർ ഇവർ ആകുന്നു. ഹെശ്ബോനിൽ പാർത്തിരുന്ന അമോര്യ രാജാവായ സീഹോൻ. അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ട് കുറച്ച് താഴേക്ക് വന്നിട്ട് ബാഷാൻ രാജാവായ ഓഗിൻ്റെ ദേശവും അവർ പിടിച്ചടക്കി. മല്ലന്മാർ ശേഷിയവർ അസ്തരോത്തിലും എദ്രയിലും പാർത്തു. ഹെർമോൻ പർവ്വതവും സൽക്കായും ബാഷാൻ മുഴുവനും ഗശൂര്യരുടെയും മഖാത്യരുടെയും ദേശവും ഗിലെയാദിൻ്റെ പാതിയും ഹെശ്ബോൻ രാജാവായ സീഹോൻ്റെ അതിരെ വരെയും വാണിരുന്നു. അവരെ യഹോവയുടെ ദാസനായ മോശയും ഇസ്രായേൽ മക്കളും കൂടി സംഹരിച്ചു. യഹോവയുടെ ദാസനായ മോശെ അവരുടെ ദേശം രൂബേന്യർക്കും ഗാദ്യർക്കും മനശ്ശെയുടെ പാതി ഗോത്രത്തിനും അവകാശമായി കൊടുത്തു. എന്നാൽ യോശുവയും ഇസ്രായേൽ മക്കളും യോർദാൻ അക്കരെയാണ്, അതായത് യോർദാൻ്റെ കിഴക്കുവശത്താണ് രൂബേന്യർക്കും ഗാദ്യർക്കും മനശ്ശെയുടെ പാതി ഗോത്രത്തിനും കൊടുത്തതെങ്കിൽ യഥാർത്ഥത്തിൽ ദൈവം ഇവരെ എത്തിക്കുമെന്ന് പറഞ്ഞ കനാൻ ദേശം യോർദാന് പടിഞ്ഞാറ് വശത്താണ്. യോർദാന് പടിഞ്ഞാറ് വശത്തും മെഡിറ്ററേനിയൻ കടൽ മഹാസമുദ്രത്തിന് കിഴക്ക് വശത്തുമായി കിടക്കുന്ന നീണ്ട ആ ഭൂഭാഗമാണ് കനാൻ ദേശം. കനാൻ്റെ മക്കൾ ആയ ഹിവ്യരും ഹിത്യരും ഒക്കെ ചേർന്ന് ജീവിച്ചിരുന്ന ആ പ്രദേശം. എന്നിട്ട് യോർദാനിക്കരെ പടിഞ്ഞാറ് ലെബനോൻ്റെ താഴ്വരയിൽ ബാൽഗാദ് മുതൽ സെയിരിലേക്കുള്ള കയറ്റത്തിലെ മൊട്ടക്കുന്ന് വരെ ജയിച്ചടക്കുകയും യോശുവ ഇസ്രായേലിന് ഗോത്രവിഭാഗപ്രകാരം അവകാശമായി കൊടുക്കുകയും ചെയ്ത ദേശത്തിലെ രാജാക്കന്മാർ ഇവർ ആകുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഹിത്യൻ, അമോര്യൻ, കനാന്യൻ, പെരിസ്യൻ, ഹിവ്യൻ, യബൂസ്യൻ എന്നിവർ തന്നെ അതിൽ ലിസ്റ്റ് പറയാൻ. എരിഹോ രാജാവ് ഒന്ന്, ബഥേലിനരികെയുള്ള ഹായി രാജാവ് ഒന്ന്, യെരുശലേം രാജാവ് ഒന്ന്, ഹെബ്രോൻ രാജാവ് ഒന്ന്, യർമൂത്ത് രാജാവ് ഒന്ന്, ലാഖീഷിലെ രാജാവ് ഒന്ന്, എഗ്ലോനിലെ രാജാവ് ഒന്ന്, ഗേസർ രാജാവ് ഒന്ന്, ദബീർ രാജാവ് ഒന്ന്, ഗേദർ രാജാവ് ഒന്ന്, ഹോർമ രാജാവ് ഒന്ന്, ആരാദ് രാജാവ് ഒന്ന്, ലിബ്ന രാജാവ് ഒന്ന്, അതുല്ലാം രാജാവ് ഒന്ന്, മക്കേദ രാജാവ് ഒന്ന്, ബഥേൽ രാജാവ് ഒന്ന്, തപ്പൂഹ രാജാവ് ഒന്ന്, ഹേധർ രാജാവ് ഒന്ന്, അഫേക്ക് രാജാവ് ഒന്ന്, ഷാരോൻ രാജാവ് ഒന്ന്, മാദോൻ രാജാവ് ഒന്ന്, ഹാസോർ രാജാവ് ഒന്ന്, ഷിമ്രോൻ മെരോൻ രാജാവ് ഒന്ന്, അക്ഷാബ് രാജാവ് ഒന്ന്, താനാക്ക് രാജാവ് ഒന്ന്, മെഗിദ്ദോ രാജാവ് ഒന്ന്, കാദേശ് രാജാവ് ഒന്ന്, കർമ്മേലിലെ യൊക്നെയാം രാജാവ് ഒന്ന്, ദോർമേട്ടിലെ ദോർ രാജാവ് ഒന്ന്, ഗിൽഗാലിലെ ജാതികളുടെ രാജാവ് ഒന്ന്, തിർസ രാജാവ് ഒന്ന്. എന്നിട്ട് അതിൻ്റെ അവസാനം ആകെ 31 രാജാക്കന്മാർ. നമ്മളിത് ഈ യുദ്ധം നടന്നു പോയ സമയത്തൊന്നും നമ്മൾ പ്രതീക്ഷയിൽ ഇത്രയും രാജാക്കന്മാരുടെ മേലെ ഇവർ ആധിപത്യം ഉറപ്പിച്ചെന്നും അവരുമായിട്ടൊക്കെ യുദ്ധമുണ്ടായെന്നും അല്ലെങ്കിൽ അവർ ഇവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു വന്നുവെന്നും നമ്മൾ ഈ വായിച്ചെടുത്തുന്ന ഇത്രയും ഒരു വലിയ സംഖ്യ നമ്മൾ കണ്ടതായിട്ടും പ്രതീക്ഷയായിട്ടും. പക്ഷേ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് 31 രാജ്യങ്ങളും 31 രാജാക്കന്മാർ. രാജ്യമെന്ന് പറഞ്ഞാൽ വലിയ നാട്ടുരാജ്യങ്ങളാണെല്ലാം ഒക്കെ അങ്ങനത്തെ രാജ്യങ്ങളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പം കനാൻ്റെ മക്കളായിരിക്കുന്നവർക്ക് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ രാജ്യമുണ്ട്.
എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ അവർക്ക് അവരുടേതായ രാജ്യങ്ങളുണ്ട്, അതിന് രാജാവുമുണ്ട്. ദേശം അങ്ങനെ നന്നായിട്ട് വിഭജിച്ച് കിടക്കപ്പെടുക. 38 രാജാക്കന്മാർ ഈ ഒരു പ്രദേശത്തുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഭൂപ്രകൃതിയെ സംബന്ധിച്ച് നമുക്കൊരു ധാരണയുണ്ട്. വലിയ പ്രദേശമൊന്നും അല്ല എന്ന് നമുക്കറിയാം. എന്നാൽ അവർക്ക് രാജാവും ജനവും അതിരും രാജ്യവും അതുപോലെ തന്നെ പടയാളികളും കുതിരകളും ഒക്കെ ഉള്ള ഒരു സംവിധാനമുള്ള രാജ്യം, ഇൻഡിപെൻഡൻ്റ് രാജ്യങ്ങൾ തന്നെയായിരുന്നവ. അങ്ങനെ 31 രാജാക്കന്മാർ ലിസ്റ്റ് പറഞ്ഞുകൊണ്ടാണ് 12-ാം അധ്യായം അവസാനിക്കുന്നത്. രണ്ടാമത്തെ വായനാഭാഗം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 16-ാം അധ്യായം. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ഇത് മോവാബിനെ കുറിച്ചുള്ള പ്രവചനത്തിൻ്റെ ബാക്കി ഭാഗമാണ്. ഈ അധ്യായം കൂടെ മോവാബിനെ കുറിച്ചുള്ള പ്രവചനമാണ്. ഇന്നലെ സൂചിപ്പിച്ചതുപോലെ യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 48 അധ്യായം കൂടെ ഒന്ന് റെഫർ ചെയ്യുന്നത് നന്നായിരിക്കും. ഇവിടെ നിങ്ങൾ ദേശാധിപതിക്ക് വേണ്ടിയുള്ള കുഞ്ഞാടുകളെ സേരയിൽ നിന്ന് മരുഭൂമി വഴിയായി സിയോൻ പുത്രിയുടെ പർവ്വതത്തിലേക്ക് കൊടുത്തയപ്പിൻ. മോവാബിൻ്റെ പുത്രിമാർ കൂട് വിട്ടലയുന്ന പക്ഷികളെപ്പോലെ അർന്നോൻ്റെ കടവുകളിലിരിക്കും. അപ്പോൾ അതുതന്നെയാണ് അവിടുത്തെ ജനത്തിനും അവർക്കും വരാനിരിക്കുന്ന പീഡനങ്ങളെ സംബന്ധിച്ചും കഷ്ടത്തെ സംബന്ധിച്ചും ഒക്കെയാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ദയയാൽ സിംഹാസനം സ്ഥിരമായി വരും. അതിന്മേൽ ദാവീദിൻ്റെ കൂടാരത്തിൽ നിന്ന് ഒരുത്തൻ ന്യായപാലനം ചെയ്തും തൽപരനായും നീതി നടത്തുവാൻ വേഗതയുള്ളവനായും നേരോടെ ഇരിക്കും. അപ്പം ഈ മോവാബ് ദേശത്തെ ഭരിക്കുവാൻ അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണം ഇസ്രായേലിലെ ഒരു രാജാവിൻ്റെ കീഴിലാകും എന്നതിനെ സംബന്ധിച്ചൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഞങ്ങൾ മോവാബിൻ്റെ ഗർവത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അവൻ മഹാഗർവിയാകുന്നു. അവൻ്റെ നിഗളത്തെയും ഡംഭത്തെയും ക്രൗവത്തെയും വ്യർത്ഥ പ്രശംസയും കുറിച്ച് കേട്ടിട്ടുണ്ട്. നമ്മൾ ഈ മോവാബ് എന്നൊക്കെ പറഞ്ഞാൽ ശത്രുരാജ്യമാണ് അല്ലെങ്കിൽ വേറെ രാജ്യമാണെന്നൊക്കെ ചിന്തിക്കുമ്പോഴും അബ്രഹാമിൻ്റെ പ്രിയപ്പെട്ട ലോത്തിൻ്റെ മക്കളിൽ ഒരുവൻ്റെ തലമുറകളാണ് ഈ മോവാബ് എന്ന് നമ്മൾ മറക്കരുത്. മോവാബും അമ്മോന്യരും മോവാബ്യരും. അബ്രഹാമിൻ്റെ സഹോദരപുത്രനായിരുന്നു ലോത്തിന് 2 ആൺമക്കളാണ് ഉണ്ടായിരുന്നത്. ആ ആൺമക്കളുടെ പേരാണ് മോവാബും അമ്മോനും. ഞാൻ പറയാതെ തന്നെ അറിയാം, എന്നാലും ഇപ്പോൾ ഈ സമയത്ത് ചിലപ്പോൾ അത് ഓർക്കില്ല, അതുകൊണ്ടൊന്ന് ഓർക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. അപ്പോൾ അത് ഒരിക്കലും ഒട്ടും അകന്നവരല്ല ആ ജനം ദൈവത്തിന്. കാരണം നന്നായി നടന്ന അബ്രഹാമിനെ പോലെ ദൈവത്തിനെ അന്വേഷിച്ച് നടന്ന ഒരു വിശ്വാസിയുടെ ഭക്തൻ്റെ ദൈവപൈതലിൻ്റെ മക്കളാണ്, അല്ലെങ്കിൽ അവരുടെ തലമുറകളാണ്. അപ്പം അതുകൊണ്ട് ദൈവം അങ്ങനെ ഒരു കൺസിഡറേഷൻ അവർക്ക് കൊടുക്കാതിരിക്കില്ല. അപ്പം അവരോട് അങ്ങനൊരു കാര്യവും അവരെ ഭരിക്കാനിരിക്കുന്ന ഒരു ഇസ്രായേലിയ അല്ലെങ്കിൽ യഹൂദ അല്ലെങ്കിൽ ദാവീദിൻ്റെ കൂടാരത്തിൽ നിന്നും, അത് യേശുക്രിസ്തുവിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യഹൂദ രാജാക്കന്മാരെ കുറിച്ചായിരിക്കാം. ഒരു വാക്യം താഴോട്ട് കിടക്കും, നിങ്ങൾ കേവലം ദുഃഖിതന്മാരായി വിലപിക്കും. പിന്നെ താഴോട്ട് ഹെശ്ബോനെ എലയോലെ ഞാൻ നിന്നെ എൻ്റെ കണ്ണീര് കൊണ്ട് നനയ്ക്കും എന്ന് പറയുന്നുണ്ട്. അത് ദൈവം പറയുന്നതാണ്. നിൻ്റെ വേനൽ കനികളും നിൻ്റെ കൊയ്ത്തിനും പോർവിളികൾ നേരിട്ടിരിക്കുന്നു. അപ്പം അങ്ങനെ ഭൗതികമായ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടുന്ന അവസ്ഥയെക്കുറിച്ചും അവിടെ പറയുന്നു. സന്തോഷവും ആനന്ദവും വിളനിലത്ത് നിന്ന് പോയിരിക്കുന്നു. അപ്പം വയലുകളിൽ നിന്ന്, വിളനിലത്തിൽ നിന്ന് തന്നെ സന്തോഷവും ആനന്ദവും എന്ന് പറഞ്ഞാൽ അവിടെ വിത്ത് വിതച്ചിട്ട് അത് ഫലം കായ്ക്കാതിരിക്കുന്നൊരവസ്ഥ. മുന്തിരിത്തോട്ടങ്ങളിൽ പാട്ടില്ല, ഉല്ലാസഘോഷങ്ങളുമില്ല. ചവിട്ടുകാർ ചക്കുകളിൽ മുന്തിരിങ്ങ ചവിട്ടുകയുമില്ല. മുന്തിരി കൊയ്ത്തിൻ്റെ ആർപ്പുവിളി ഞാൻ നിർത്തിക്കളഞ്ഞിരിക്കുന്നു. എൻ്റെ ഉള്ള മോവാബിനെക്കുറിച്ചും എൻ്റെ അന്തരംഗം കീർ ഹേരസിനെക്കുറിച്ചും കിന്നരം പോലെ മുഴങ്ങുന്നു. പിന്നെ മോവാബ് പൂജാഗിരിയിൽ ചെന്ന് പാടുപെട്ട് ക്ഷേത്രത്തിൽ പ്രാർത്ഥിപ്പാൻ കിടന്നാൽ അവൻ കൃതാർത്ഥനാകുകയില്ല. ഇതാകുന്നു ദൈവം യഹോവ പണ്ട് തന്നെ മോവാബിനെക്കുറിച്ച് അരുളി ചെയ്ത വചനം. ഇത് പണ്ടേ അരുളി ചെയ്ത വചനമെന്നാണ് നമ്മളിവിടെ വായിക്കുന്നത്. അത് മോവാബിൻ്റെ സ്വഭാവം ഇന്നല്ലല്ലോ ഇതുപോലെ ആയത്. മോവാബ് അപ്പൻ്റെ വഴി തെറ്റിപ്പോയ കാലം മുതൽ ഇങ്ങനെ തന്നെയാണ് ദൈവം ചിന്തിച്ചു വെച്ചിട്ടുണ്ടത്. എന്നിട്ട് ദൈവം 14-ാമത്തെ വാക്യം, ഇപ്പോൾ യഹോവ, മുമ്പേ തന്നെ അരുളി ചെയ്തിട്ടുണ്ട്, എന്നാൽ ഇപ്പോൾ യഹോവ അരുളി ചെയ്യുന്നതോ കൂലിക്കാരൻ്റെ ആണ്ട് പോലെയുള്ള 3 ആണ്ടിനകം മോവാബിൻ്റെ മഹത്വം അവൻ്റെ സർവ്വമഹാപുരുഷോരത്തോടും കൂടി തുച്ഛീകരിക്കപ്പെടും. അപ്പോൾ ഇവിടെ 3 ആണ്ടെന്ന് കൃത്യമായി പറയുകയാണ്. അപ്പോൾ അത് സമീപഭാവിയിൽ നടക്കാനിരിക്കുന്ന കാര്യത്തെ സംബന്ധിച്ചാണ്
അത് യഹൂദ രാജാവാണെങ്കിൽ അത് യേശുക്രിസ്തുവിനെ സംബന്ധിച്ചില്ല, വേറെ ഒരു യഹൂദ രാജാവിനെ കുറിച്ച് തന്നെയാണ്. പുലിക്കാരൻ്റെ ആണ്ട് പോലെ 3 ആണ്ടിനകം മോവാബിൻ്റെ മഹത്വം അവൻ്റെ സർവ്വ മഹാപുരുഷാരത്തോടും കൂടി തുച്ഛീകരിക്കപ്പെടും. അവൻ്റെ ശേഷിപ്പ് അത്യല്പവും അഗണ്യവും ആയിരിക്കും. അപ്പോൾ അതൊരു ശേഷിപ്പുണ്ട് എന്നുള്ള കാര്യത്തിൻ്റെ ഒരു പ്രത്യാശ അവിടെയുണ്ട്. അവൻ്റെ ശേഷിപ്പുണ്ട്. കാരണം വെച്ചാൽ ദൈവത്തെ അറിഞ്ഞ് മടങ്ങി വരുന്ന ഒരു ചെറിയ ശേഷിപ്പുണ്ടാകാം. എല്ലാ രാജ്യത്തും ഉണ്ടാകാം, എല്ലാ ദേശത്തും ഉണ്ടാകാം, എല്ലാ ജാതികളുടെ ഇടയിലും ഉണ്ടാകാം ചെറിയൊരു ശേഷിപ്പ്. അതുപോലെ തന്നെ ഒരു ചെറിയ ശേഷിപ്പ് ഇപ്പം നമ്മളിപ്പോൾ ഇന്ത്യ രാജ്യത്തായാലും എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ ഭാഷയിലും യഥാർത്ഥ സത്യവിശ്വാസത്തിലേക്ക് വരുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാകില്ലേ, ഒരു ശേഷിപ്പെങ്കിലും ഉണ്ടാകില്ല. അപ്പോൾ ഇന്ത്യയിലും ശേഷിപ്പുണ്ട്, അതുപോലെ പാകിസ്ഥാനിൽ ശേഷിപ്പുണ്ട്, ഇറാനിൽ ശേഷിപ്പുണ്ട്. ഇവിടെയൊക്കെ വലിയ മുസ്ലിം രാജ്യങ്ങളെന്ന് പറയുന്നിടത്തൊക്കെയും ശേഷിപ്പുകൾ ഉണ്ട്, ഇപ്പം തന്നെ ഉണ്ട്. അറിഞ്ഞും അറിയാതെയുമൊക്കെ ഇന്നും അവരുടെ രാജ്യങ്ങളിൽ ശേഷിപ്പുണ്ട്. എല്ലാ മുസ്ലിം രാജ്യങ്ങളിലും ശേഷിപ്പുണ്ട്, ഇസ്രായേലിലുണ്ട്. അപ്പോൾ ശേഷിപ്പുണ്ട്. അവിടെ അത്യല്പമാണെങ്കിലും ഒരു ശേഷിപ്പുണ്ട് എന്നുള്ള കാര്യം കൃത്യമായി അവിടെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാം. അത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ യെരമ്യാ പ്രവാചകൻ പുസ്തകം 48-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനം ഒന്ന് നോക്കിയാൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: എങ്കിലും ഒടുക്കം ഞാൻ മോവാബിൻ്റെ പ്രവാസം മാറ്റും എന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ എങ്കിലും ഒടുക്കം ഞാൻ മോവാബിൻ്റെ പ്രവാസം മാറ്റും എന്നൊരു വാക്യം അവിടെ നമുക്ക് കാണാം. അപ്പോൾ മോവാബ് തീരെ തള്ളിക്കളയപ്പെട്ടിട്ടില്ല. ഈ കഷ്ടവും പ്രയാസവും ഒക്കെ ദൈവം അയക്കുന്നത് എന്തിനാണ്? അവർ മടങ്ങി വരവിന് വേണ്ടിയാണ്. മടങ്ങി വരും, ചിലപ്പോൾ മടങ്ങി വരില്ല. അപ്പോൾ മടങ്ങി വരവിന് വേണ്ടി ഇപ്പോൾ ഇസ്രായേൽ മക്കൾ എത്രയോ പ്രാവശ്യം ദൈവം ശിക്ഷിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ് ശിക്ഷിച്ച്? കൊന്നു നശിപ്പിക്കാനായിരുന്നില്ല, മറിച്ച് ചിലരെയൊക്കെയും കൊന്നിട്ട് ചിലരെ നശിപ്പിച്ചു. അപ്പോൾ ബാക്കിയുള്ളവർക്ക് അതിൽ ഭയം ഉണ്ടാകുവാനും അവർ മടങ്ങി വരുവാനും ഒക്കെ ആയിട്ടാണ് ദൈവം അങ്ങനെ ചെയ്യുന്നത്, ഒരിക്കലും നശിപ്പിക്കാനില്ല. അപ്പം ഇത് ഇസ്രായേൽ മക്കൾക്ക് പോലും സംഭവിച്ചിട്ടുണ്ട്, യഹൂദ മക്കൾക്ക് സംഭവിച്ചിട്ടുണ്ട്, ഇവർക്കൊക്കെ ദൈവമക്കൾക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മോവാബിനെ ശിക്ഷ കൊടുക്കുന്നത് അതിൽ മടങ്ങി വരാൻ അത് അവസരമുള്ളവർക്ക് അത് ലഭിക്കട്ടെ എന്ന് ഉദ്ദേശിച്ചത് തന്നെയാണ്. അപ്പോൾ ദൈവം കരുണയുണ്ട്, മനുഷ്യനോട് എങ്ങനെയാണ് ഇടപെടേണ്ടതെന്ന് ദൈവത്തിനറിയാം. നന്മകൾ മാത്രം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവർ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുന്നത്. കഷ്ടവും പ്രയാസവും വരുമ്പോഴാണ് അവർ ദൈവത്തെ വിളിക്കുക എന്നുള്ളത് ദൈവത്തിന് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെയാണ് കഷ്ടവും പ്രയാസവും യുദ്ധവും ക്ഷാമവും മഹാമാരിയും ഒക്കെ ദൈവം അയക്കുന്നത്. അതിൽ അവർ മനന്നൊന്ത് വിഷമിച്ച് ദൈവത്തെ നിലവിളിച്ച് മടങ്ങി വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരുപാട് നമ്മൾ സന്ദർഭങ്ങൾ കണ്ടിട്ടുണ്ട്. അതുതന്നെയാണ് ദൈവം മോവാബിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. മോവാബിലും ഒരു ചെറിയ ശേഷിപ്പ് ഉണ്ട് എന്നുള്ളത് നമ്മളിന്ന് വായിക്കുന്ന നമുക്കും പ്രത്യാശയുണ്ട്. അപ്പം എല്ലാ ദേശത്തും ഒരു ശേഷിപ്പുണ്ടല്ലോ, ദൈവമേ അങ്ങ് ഇവിടെയും ഒരു ശേഷിപ്പ് വെച്ചിട്ടുണ്ടല്ലോ എന്ന് നമുക്ക് സന്തോഷിക്കുകയും സമാധാനിക്കുകയും ആശ്വസിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തെ വായനാഭാഗം തിമോഥെയോസിന് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൻ്റെ 2-ാം അധ്യായം. ഇവിടെ തിമോഥെയോസിൻ്റെ മാത്രമല്ല, അത് കഴിഞ്ഞ് ഇത് വായിക്കുന്ന ലോകത്തിലുള്ള എല്ലാ സുവിശേഷകന്മാരോടും മൂപ്പന്മാരോടും നേതൃത്വത്തിലിരിക്കുന്നവരോടും പാസ്റ്ററൽ ശുശ്രൂഷ ചെയ്യുന്നവരോടും ഒക്കെ ഇടയന്മാരായിരിക്കുന്നവരോടും ഒക്കെ പറയുകയാണ്: ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവർ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ പരമേൽപ്പിക്കാം. അപ്പോൾ നിന്നെ മാത്രമല്ല, നിനക്ക് ശേഷം ഈ ജോലി ചെയ്യുവാൻ നിന്നെ സഹായിക്കാൻ ഇത് ഒരാളിലൂടെ മാത്രം ഈ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയില്ല. അല്ലെങ്കിൽ ഒരാൾക്ക് എല്ലാവരെയും പഠിപ്പിക്കാനും പറ്റത്തില്ല. അപ്പോൾ പുതിയ പുതിയ ആൾക്കാരെ കണ്ടെത്തണം. പുതിയ യേശുക്രിസ്തു പറഞ്ഞതുപോലെ തന്നെ കൊയ്ത്തോ അനേകം, കൊയ്ത്തിൻ്റെ യജമാനോട് കൊയ്ത്തിന് അധികം വേലക്കാരെ അയക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക, പിതാവിനോട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കൊയ്ത്തുണ്ട്. കൊയ്ത്തിന് ക്രിസ്തു ഒരു വേലക്കാരൻ മതിയായിരുന്നുവെങ്കിൽ ക്രിസ്തു 12 ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുകയില്ലായിരുന്നു. അതിനുശേഷം 70 പേരെ തിരഞ്ഞെടുക്കുകയില്ലായിരുന്നു. അപ്പോൾ ഇതെന്തിനാണ്? കൂടുതൽ ആൾക്കാരിലേക്ക് സുവിശേഷം എത്തുവാനും കൊയ്ത്തിലേക്ക് കൂടുതൽ കൊയ്ത്തുകാരെ തയ്യാറെടുത്ത് പഠിപ്പിച്ച് അവരെ അയക്കുക എന്നുള്ള ജോലിയാണ്. കൊയ്ത്ത് ഒരു മനുഷ്യനിൽ നിന്ന് ഒരാളെ എടുക്കുമ്പോൾ അയക്ക് കൊയ്ത്ത് അറിയില്ല. കൊയ്യാൻ താല്പര്യമുണ്ടാകും, പക്ഷേ കൊയ്ത്തറിയില്ല. അപ്പോൾ കൊയ്യുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കാതെ ഒരാൾ കൊയ്യാനൊക്കത്തില്ല, കണ്ട് കൊയ്യാനും ഒക്കത്തില്ല. ചെയ്ത് കൂടെ നിന്ന്, യഥാർത്ഥ കൊയ്ത്തുകാരൻ്റെ കൂടെ നിന്ന് അരിവാൾ പിടിക്കാനും അതിൻ്റെ കറ്റ എങ്ങനെയാണ് പിടിക്കേണ്ടതെന്നും ഒക്കെ കൃത്യമായി ചെയ്തില്ലെങ്കിൽ ഒരുപാട് കറ്റകൾ വേസ്റ്റായി പോകും. അപ്പോൾ കറ്റകളായിരിക്കുന്ന മനുഷ്യരായിരിക്കുന്ന കറ്റയും കതിർമണിയും ഒക്കെ ആയിരിക്കുന്നവർ എല്ലാം കതിർമണികൾ തന്നെ ആയിരിക്കുവാൻ തക്കവണ്ണം
അത് കൃത്യമായി കിട്ടണമെങ്കിൽ നല്ല കൊയ്ത്തുകാരെയാണ് ഏൽപ്പിക്കേണ്ടത്. അപ്പോൾ ആ നല്ല കൊയ്ത്തുകാരാണ് അവിടെ വിശ്വസ്ത മനുഷ്യരെ ഫലമേൽപ്പിക്കുക എന്ന് പറയുന്നത്. ആ ഒരു ചെറിയ വാക്യത്തിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ക്രിസ്തുയേശുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കുക എന്നുള്ളത് പൗലോസ് അപ്പോസ്തലൻ വിടുന്നില്ല. അപ്പോൾ അത് പറയുന്നത് കഷ്ടം സഹിക്കാം. കഷ്ടം അത് പറയുന്നത് നല്ലതാണ്. കാരണം നമ്മൾ ഈ വേലയുമായിട്ടൊക്കെ മുമ്പോട്ട് പോകുമ്പോൾ കഷ്ടം വരുമ്പോൾ ഇതെന്താണ്, ഞാൻ ദൈവത്തിന് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നു, ഞാൻ ദൈവം പറഞ്ഞിട്ടാണല്ലോ ചെയ്യുന്നത്, ദൈവം എന്നെ സഹായിക്കുന്നില്ല, അല്ലെങ്കിൽ ദൈവം എന്നെ ഈ കഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കുന്നില്ല, കഷ്ടം എനിക്ക് വരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഇതൊക്കെ ഇട്ടിട്ട് പോകാൻ സാധ്യത. അപ്പോൾ ഇത് നമുക്ക് അറിഞ്ഞിരിക്കണം, കഷ്ടമുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി തന്നെ മുമ്പോട്ട് പോകണം. അപ്പം തന്നെ വചനം നമുക്ക് ആശ്വാസം തരുന്നത്. കഷ്ടമുണ്ട്, ഞാൻ കഷ്ടത്തെ ജയിച്ചിരിക്കുന്നു ഇന്ന് യേശുക്രിസ്തു പറഞ്ഞ വാക്ക് നമുക്ക് ആശ്വാസം പകരും. യേശുക്രിസ്തു പോലും കഷ്ടം അനുഭവിച്ചിരിക്കുന്നു, പിന്നെ നമ്മൾ അനുഭവിക്കുന്ന അതിൻ്റെ 10,000-ൽ-1 കഷ്ടം, എന്ത് കഷ്ടം എന്ന് ചിന്തിക്കാൻ ഈ ഉപദേശം സഹായിക്കുക. അതാണ് വചനത്താൽ അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളൂ എന്ന് പറയുന്ന വാക്യം. ഇതാണ് ആ വചനമാണ് നമുക്ക് ആശ്വാസം. എന്താ വചനം? ഞാൻ ലോകത്തിൽ കഷ്ടമുണ്ട്, ഞാൻ കഷ്ടത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറയുന്ന വാക്യം നമുക്ക് കേൾക്കുമ്പോൾ ആശ്വാസം തരും. അതുകൊണ്ട് നമുക്ക് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിനോട് പറയുന്ന പോലെ കഷ്ടമുണ്ട് എന്നുള്ള കാര്യം 100% ഉറപ്പ്. പട ചേർത്തവനെ പ്രസാദിപ്പിക്കുന്ന യാതൊരു പടയാളിയും ജീവന കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. ഒരുത്തൻ മല്ല് കെട്ടിയാൽ ചട്ടപ്രകാരം മല്ല് കെട്ടി പടയാളി ഒക്കെ ഇട്ട് ഇറങ്ങിയിട്ട് പടച്ചട്ടയും കാൽച്ചെല്ലയും ഇട്ട് കഴിഞ്ഞിട്ട് അത് ഇട്ടുകൊണ്ട് നേരെ വീട്ടിൽ പോയി മത്തി മേടിച്ച് കൊടുക്കാൻ പോയാൽ ശരിയാവുമോ? അരി മേടിച്ച് കൊടുക്കാൻ പോയാൽ ശരിയാവുമോ? പടയ്ക്കിറങ്ങിയാൽ പിന്നെ പട, അത് തീരുന്നവരെ എത്ര ദിവസമായാലും എത്ര മാസമായാലും പട തീരുന്നവരെ പട തന്നെ എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഇറങ്ങി പുറപ്പെട്ടാൽ പിന്നെ തിരിച്ചു നോക്കരുത്. അധ്വാനി കൃഷിക്കാരനാകുന്നു ആദ്യം ഫലം അനുഭവിക്കേണ്ടത് എന്നും അവിടെ പറയുന്നുണ്ട്. കർത്താവ് സകലത്തിലും നിനക്ക് ബുദ്ധി നൽകുമല്ലോ. ദാവീദിൻ്റെ സന്തതിയായി ജനിച്ചിട്ട് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. അത് അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ എന്നതുപോലെ ചങ്ങല ധരിച്ച് കഷ്ടം സഹിക്കുന്നു. ദൈവവചനത്തിനോ ബന്ധനമില്ല. അതുകൊണ്ട് ക്രിസ്തുയേശുവിലുള്ള രക്ഷ നിത്യ തേജസ്സോടെ വ്രതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ? നീയും അവനോ അതുപോലെ സഹിക്കാനാണ്. നാം അവനോടുകൂടി മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. നാം തള്ളിപ്പറയുന്നുവെങ്കിൽ അവൻ നമ്മയും തള്ളിപ്പറയും. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. തൻ്റെ സ്വഭാവം ത്യജിക്കാൻ ദൈവത്തിന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. അപ്പം അങ്ങനെ ഒരു ദൈവവേലക്കാരന് വേണ്ട കാര്യങ്ങളൊക്കെയും അവിടെ കൃത്യമായി തന്നെ വളരെ നമുക്ക് ശരിക്ക് ഓരോ വാക്യവും ഇഴകീറി പരിശോധിച്ച് നമ്മുടെ ഹൃദിസ്ഥമാക്കേണ്ട വാക്യങ്ങളാണ്. കാരണം നമ്മൾ സുവിശേഷം അറിയിക്കാനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമുക്ക് വളരെ ധൈര്യം തരുന്ന, വളരെ ബലം തരുന്ന, ശക്തി തരുന്ന, ആശ്വാസം തരുന്ന, തളർന്നു പോകാതിരിക്കാൻ കഴിയുന്ന വാക്യങ്ങൾ ഉണ്ട് ഇതിനകത്ത്. പൗലോസ് അപ്പോസ്തലൻ്റെ വാക്യങ്ങളെ ഒന്ന് ഇഴകീറി പരിശോധിക്കുന്നത് നന്നായിരിക്കും. കാരണം അതിനകത്ത് കുറച്ചുകൂടെ ഡെപ്തിൽ കാര്യങ്ങൾ ഉണ്ടാകുമെന്നുള്ള കാര്യം സംശയമില്ല. അപ്പോൾ എഴുതി ഫലിപ്പിക്കാനോ അല്ലെങ്കിൽ എഴുതി ഫലിപ്പിക്കാൻ പറ്റില്ല എന്നല്ല, പക്ഷെ അതിന് ഒരുപാട് സ്ഥലം വേണം. പൗലോസ് അപ്പോസ്തലൻ എഴുതുന്ന ഒരു സെൻറ്റൻസ് വിശദമായി പറയണമെങ്കിൽ ചില പൗലോസ് അപ്പോസ്തലന് ചിലപ്പോൾ ഒരു അധ്യായം തന്നെ വേണ്ടി വരും. അങ്ങനെ എഴുതാൻ പോയാൽ യേശുക്രിസ്തുവിനെ കുറിച്ച് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ അവൻ ചെയ്ത കാര്യങ്ങളെല്ലാം എഴുതാൻ തുനിഞ്ഞാൽ ലോകത്തിലെ പുസ്തകങ്ങൾ മതിയായി വരികയില്ല എന്നാണ്. അപ്പോൾ അതുപോലെ കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാം പുസ്തകത്തിൽ എഴുതി തീർക്കാനൊക്കത്തില്ല. നമ്മുടെ ചിന്തയും ബുദ്ധിയും അറിവും ദൈവ ബന്ധവും ദൈവപരിജ്ഞാനവും ഒക്കെ വെച്ച് ഇതൊക്കെ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാനും ഒക്കെയും കഴിയുമെന്നുള്ളതാണ്. അവിടെ ഒരു ഹുമനിയോസും ഫിലത്തോസും എന്ന് പറയുന്ന 2 ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട്. അവർ സത്യം വിട്ടു തെറ്റി പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ച് കളയുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ സഭയിലുണ്ടാകും. പഠിച്ച വിശ്വാസവും അറിഞ്ഞ വിശ്വാസത്തിനകത്ത് വീണ്ടും അവർ കാര്യങ്ങൾ ചിന്തിക്കുകയൊക്കെ ചെയ്തിട്ട് ഇതങ്ങനെയല്ല, ഇങ്ങനെയല്ല അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് വഴിതെറ്റും. പക്ഷേ കൂടുതൽ ആഴത്തിലേക്ക് പോകുമ്പോൾ കൂടുതലൊക്കെ പുതിയ വിശ്വാസികൾക്ക്, ദൈവമക്കൾക്ക് ലഭിച്ചിട്ടുമുണ്ട്. അത്തരം പല കാര്യങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. മുമ്പ് പഠിച്ച കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ ആഴത്തിലുള്ള നല്ല ഡെപ്തുള്ള പഠനങ്ങളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും അടിസ്ഥാനത്തിനെ ചോദ്യം ചെയ്യുന്നതല്ല. അടിസ്ഥാനത്തിൻ്റെ മേൽ കെട്ടുന്ന പുതിയ കല്ലുകളായി, നല്ല കല്ലുകളായിട്ടാണ് അവ മാറിയിട്ടുള്ളത്. ഒരിക്കലും അടിസ്ഥാനത്തെ
ത്യജിക്കുന്നതോ അടിസ്ഥാനത്തെ മാറ്റിയിട്ട് പുതിയ അടിസ്ഥാനം സ്ഥാപിക്കുന്നതോ തരത്തിലുള്ള ഒന്നുമല്ല നമ്മൾ പ്രാപിച്ചിട്ടുള്ളത്. അത് അതിനെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എങ്കിലും ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. അതാണ് കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നുവെന്നും കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവൻ എല്ലാം അനീതി വിട്ടകന്നു കൊള്ളട്ടെ എന്നും ആകുന്നു അതിൻ്റെ മുദ്ര. എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങൾ മാത്രമല്ല, സഭയ്ക്കകത്തുള്ള കാര്യത്തെ സംബന്ധിച്ച് പറയുകയാണ്, മരവും മണ്ണും കൊണ്ടുള്ളവയുമുണ്ട്. ചിലത് മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. അതുകൊണ്ട് ഇത് ആവശ്യമില്ലാത്തതെന്ന് പറയാൻ പറ്റുമോ? മണ്ണ് കൊണ്ടുള്ളതും മരം കൊണ്ടുള്ളതും ആവശ്യമില്ലാത്തതുവയാണ്, പൊണ്ണു കൊണ്ടുള്ളതും വെള്ളി കൊണ്ടുള്ളതും മാത്രമാണ് ആവശ്യമുള്ളതെന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ ഉപയോഗിച്ച് ഹീനകാര്യത്തിന് ഉപയോഗിക്കുന്നത് മോശപ്പെട്ടതാകുമോ? അങ്ങനെയില്ല. ഇവയെ വിട്ടകന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധനും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രവുമായിരിക്കും. മാനപാത്രമായിരിക്കാൻ ഹീനകാര്യത്തിന് ഉപയോഗിക്കുന്നത്, ഇപ്പം നമ്മുടെ ടോയ്ലറ്റിലൊക്കെ ഉപയോഗിക്കുന്ന സാധനം ഹീനകാര്യത്തിന് ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞാൽ തന്നെ അത് വേണ്ടാന്ന് പറയാനൊക്കില്ലല്ലോ. അപ്പം അതിനെ മാന്യമാക്കുന്നതും ദൈവമാണ്. അപ്പം മാനപാത്രമായി ഇരിക്കാൻ കഴിയും അത്തരം ഉപയോഗിക്കുന്ന ആൾക്കാർ. പക്ഷേ അത് ഹീനമായ മനസ്സോടെ ഹീനനായ പ്രവൃത്തികൾ ചെയ്ത് ഹീനമായ കാര്യമേ ഞാൻ ചെയ്യൂ എന്നുറച്ചു നിൽക്കുന്ന ചില മനുഷ്യരെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പം അങ്ങനെയുള്ളവരെ വിട്ട് ഒഴിഞ്ഞു നിൽക്കുക എന്നും പറയുന്നുണ്ട്. ഒരുക്കിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. യൗവനമോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനവും ആചരിക്കുക. ബുദ്ധിയില്ലാത്ത മൗഢ്യതർക്കം ശണ്ട ജനിപ്പിക്കുന്നു. അതുകൊണ്ട് അത് ഒഴിഞ്ഞു നിൽക്കണം. അതിലേക്ക് നീ തലവെക്കരുത്. ബുദ്ധിയില്ലാത്ത മൗഢ്യത. അപ്പോൾ തർക്കം നമുക്ക് ഇല്ല എന്ന് തന്നെ വചനത്തിലൊരിടത്ത് പറയുന്നുണ്ട്. ഇങ്ങനത്തെ തർക്കങ്ങൾ നമുക്കില്ല. കേൾക്കുന്ന ഇപ്പം നമ്മളിപ്പോൾ സുവിശേഷം അറിയിക്കാൻ പോകുമ്പം തർക്കം വന്നാൽ നമുക്ക് അതിനകത്തൊന്നും കാര്യങ്ങൾ അറിയാൻ വേണ്ടി കൂടുതൽ ചോദിച്ചാൽ ഉത്തരം പറയാമെന്നല്ലാതെ തർക്കം പറഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല. അപ്പം അവിടെ അത് ഉപേക്ഷിച്ച് വരിക എന്നുള്ളതാണ്. അവിടെ മനുഷ്യന് പറയുന്ന കാര്യങ്ങൾ അവനത് ഹൃദയത്തിൽ സ്പർശിക്കുന്നുവെങ്കിൽ അവനത് കേൾക്കും, അവനെ വിശ്വാസം ഏറ്റെടുക്കും. അല്ലെങ്കിൽ തർക്കിച്ചുകൊണ്ടിരുന്നാൽ അവിടെ നമുക്ക് തർക്കിച്ച് ജയിക്കാനൊന്നും നമുക്ക് ഉദ്ദേശമില്ല എന്നുള്ളതാണ്. കർത്താവിൻ്റെ ദാസൻ ശണ്ടയിടാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിപ്പാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവനുമായി അത്ര ഇരിക്കേണ്ടത്. അത് അന്ന് തിമത്യോസിന് മാത്രമല്ല, ഇന്ന് ഈ കാലം അത്രയും അന്ന് മുതൽ ഇന്ന് വരെയുമുള്ള എല്ലാ ദാസന്മാരോടും ഉള്ള ഉപദേശമാണ്. ശണ്ടയിടുന്നവരാകരുത്, സമർത്ഥനായിരിക്കണം, ദോഷം സഹിക്കുന്നവനുമായി ഇരിക്കേണ്ടവനാണ്. വിരോധികൾക്ക് ദൈവം സത്യത്തിൻ്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്നും പിശാചിനാൽ പിടിപ്പെട്ട് കുടുങ്ങിയവരാകയാൽ അവർ സുബോധം പ്രാപിച്ച് അവൻ്റെ കെണിയിൽ ഒഴുത്തുന്നത് ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ എന്നും വെച്ച് അവർ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതാകും. അപ്പം നമുക്കെല്ലാം അറിയാം, അവനൊന്നും അറിയില്ല. നമ്മൾ കേമന്മാർ, അവൻ മൗഢ്യന്മാർ എന്ന ധാരണയിലല്ല, മറിച്ച് അവരെ എങ്ങനെങ്കിലും രക്ഷിച്ചെടുക്കാൻ പറ്റുമോ, അവരിന്നായിരിക്കുന്ന കുടുങ്ങിയിരിക്കുന്ന തെറ്റായ ഉപദേശത്തിൽ നിന്ന്, തെറ്റായ ആരാധനയിൽ നിന്ന് യഥാർത്ഥ സത്യസുവിശേഷത്തിലേക്ക്, സത്യവിശ്വാസത്തിലേക്ക്, ജീവനുള്ള യഥാർത്ഥ ഒരേ ഒരു ദൈവത്തിലേക്ക് അവർ തിരിഞ്ഞു വരുമോ എന്നും വെച്ച് അവരോട് സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതാകുന്നു. ഈ സെയിൽസിലും മാർക്കറ്റിങ്ങിലും ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് ഒരു ഉൽപ്പന്നം മാർക്കറ്റ് ചെയ്യണമെങ്കിൽ, വിൽക്കണമെങ്കിൽ ആദ്യം നിങ്ങളെ മാർക്കറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു കച്ചവടച്ചരക്കായി മാറിയാൽ മാത്രമേ നിങ്ങളുടെ കച്ചവടച്ചരക്ക് വിൽക്കപ്പെടുകയുള്ളൂ എന്ന്. അതാണ് ഇവിടെ പറയുന്നത്. അവിടെ നിങ്ങളെ മാർക്കറ്റ് ചെയ്യാൻ കഴിയില്ല. ഇപ്പം പറയുന്ന നിങ്ങളെ, അല്ലെങ്കിൽ പറയുന്ന എന്നെ, അല്ലെങ്കിൽ പറയുന്ന ഇത് കേൾക്കുന്ന താങ്കളെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ പറയുന്നവർ ഇഷ്ടപ്പെട്ടില്ല. നമ്മളെ മാർക്കറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ഉൽപ്പന്നം മാർക്കറ്റ് ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നത് വളരെ ഒരു തത്വമാണ്. അത് പോകുന്ന നമ്മളെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ, അതായത് നമ്മൾ തർക്കവും അനാവശ്യ വർത്തമാനങ്ങളും ഒക്കെ പറഞ്ഞ് നമ്മളെ വെറുപ്പിച്ചാൽ, അവർക്ക് വെറുപ്പിച്ചാൽ, അവരെ വെറുക്കുന്നതല്ല, നമ്മൾ അവരെ വെറുക്കാനല്ലല്ലോ പോകുന്നത്. നമ്മൾ പുതിയ ആൾക്കാരാണ്, അല്ലെങ്കിൽ അവരോട് ആരുടെയെങ്കിലും ഒരു കോണ്ടാക്റ്റ് വഴി, പരിചയം വഴി നമ്മൾ പോകുന്നതായിരിക്കും. അപ്പം അവർക്ക് വെറുക്കപ്പെടാൻ തക്കവണ്ണം അവരുടെ മനസ്സിനെ ഹേർട്ട് ചെയ്യുകയും അവരുടെ പഴയ വിശ്വാസത്തെ ദുഷിക്കുകയും അവരുടെ മറ്റു കാര്യങ്ങളെയൊക്കെ ഈ പുല്ലുപോലെ ആക്കുകയും ചെയ്യുന്ന വർത്തമാനങ്ങൾ നമ്മൾ വരാതെ സൂക്ഷിച്ച് നമ്മളെ അവർക്ക് ആദ്യം ഇഷ്ടപ്പെടണം. നമ്മളെ അവർക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ, നമ്മളെ അവർ അഡ്മിറ്റ് ചെയ്താൽ മാത്രമേ, നമ്മളെ അവർ അംഗീകരിച്ചാൽ, ആദ്യം വ്യക്തി എന്ന നിലയിൽ നമുക്കൊരു അംഗീകാരം കിട്ടിയാൽ മാത്രമേ
നമ്മൾ പറയുന്നത് അവർ ശ്രദ്ധിക്കും. അപ്പം അതിന് നമ്മുടെ സൗമ്യത വളരെ പ്രധാനമാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സൗമ്യത വേണം. സൗമ്യതയോടെ അവരെ പഠിപ്പിക്കേണ്ടത്. എന്തിനു വേണ്ടിയാണ്? അവരെ പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകയാൽ അത് ഉറപ്പായ കാര്യമാണ്. അവർ പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയിരിക്കുകയാണ്. അവർ സുബോധം പ്രാപിച്ച് ആ കെട്ടപ്പെട്ടിരിക്കുന്ന കെണിയിൽ നിന്ന്, അവിശ്വാസത്തിൽ നിന്ന്, അന്ധവിശ്വാസത്തിൽ നിന്ന് പുറത്തു വരുമോ എന്ന് വിചാരിച്ച് അവർ ദൈവേഷ്ടം ചെയ്യുമോ എന്നും വെച്ച് അവരത് ഒഴിഞ്ഞു പറഞ്ഞു. അതുപോലെ ദൈവേഷ്ടം ചെയ്യുമോ, ദൈവത്തെ സ്വീകരിക്കുമോ എന്നും അറിഞ്ഞ് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതുണ്ട്. വളരെ അത്യാവശ്യം വേണ്ട ഒരു ഉപദേശം തന്നെയാണ് ഈ അവസാനം പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനോടും ശേഷം ദൈവമക്കളോടും സുവിശേഷകരോടും ഒക്കെ പറയുന്നത്. 3 വായനാഭാഗങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. നാളെ പുതിയ വായനാഭാഗമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെയും ദൈവം നമ്മളെ സംരക്ഷിക്കട്ടെ. നമുക്ക് നന്ദിയോടെ ദൈവത്തെ ഓർക്കുകയും നന്ദിയോടെ തന്നെ എപ്പോഴും ആയിരിക്കുകയും ചെയ്യാം. താങ്ക് യു.